ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്നുണ്ടാവും. പലരും ചെയ്യുന്ന റെസിപ്പിയാണ്, പലർക്കും അറിയാത്ത റെസിപ്പിയുമായിരിക്കും. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയാത്ത റെസിപ്പി ആണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് സ്പെഷ്യലായിട്ട് ചെയ്യുന്നത്. വീട്ടിലുള്ള വലിയ ആളുകൾക്കും കഴിക്കാം, കുട്ടികൾക്കാണെങ്കിൽ കൂടുതൽ ഇഷ്ടമാവും. അപ്പോൾ പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചോളും. അപ്പോൾ നമ്മുടെ റെസിപ്പി എന്താണെന്ന് മനസ്സിലായല്ലോ, നമ്മുടെ പഴം വാട്ടിയതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പഴം വാട്ടിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമുക്ക് വേണ്ടത്. പഴം വേണം, നെയ്യ് വേണം, പഞ്ചസാര വേണം. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തേങ്ങ, കാഷ്യൂനട്ട്, ആൽമണ്ട്സ് ഒക്കെ ചേർക്കാം കേട്ടോ. അത് നമ്മളിപ്പോൾ ഒരു ഗസ്റ്റിനൊക്കെ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആൽമണ്ട്സോ കാഷ്യൂനട്ടോ അതുപോലെ തേങ്ങ ചിരവിയതൊക്കെ ചേർത്തിട്ട് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ സിമ്പിളായിട്ട് റെസിപ്പി ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും മാത്രം മതി. അപ്പോൾ ആദ്യം നമുക്ക് ഈ പഴം നീളത്തിലും കട്ട് ചെയ്തെടുക്കാം, റൗണ്ടിലും കട്ട് ചെയ്തെടുക്കാം. ഞാൻ രണ്ട് രീതിയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യും ബട്ടറും ഒന്നും താല്പര്യമില്ലാത്ത ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്ക് കമൻറ്റ്സ് വരാറുണ്ട്, നെയ്ക്കും ബട്ടറിനും പകരം എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചിട്ട്. നെയ്യിലും ബട്ടറിലും ഒക്കെ നമ്മൾ റെസിപ്പി ചെയ്യുമ്പോൾ അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാമോ എന്നുള്ളൊരു കമൻറ്റൊക്കെ വരാറുണ്ട്, വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് രീതിയിലും കാണിക്കുന്നത്. ഇപ്പോൾ ചില കുട്ടികൾക്ക് തന്നെയാണെങ്കിലും നെയ്യും ബട്ടറൊന്നും താല്പര്യം ഉണ്ടാവില്ല, ചില വലിയ ആളുകൾക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആ രീതിയിലും ചെയ്യാം, ഈ രീതിയിലും ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ രണ്ട് പഴം എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു പഴം മതി. നമുക്കിപ്പോൾ വൈകുന്നേരം ഒരാൾക്ക് കഴിക്കാനാണെങ്കിൽ ഈ ഒരു പഴം നെയ്യെല്ലാം കൂടെ ആകുമ്പോൾ ആവശ്യത്തിനായി കഴിയും. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം ആദ്യം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പഴം രണ്ട് രീതിയിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളത്തിൽ കട്ട് ചെയ്തത് ഞാൻ നെയ്യിൽ വഴറ്റിയെടുക്കാനായിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നത് നെയ്യ് ചേർക്കാതെ വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. എളുപ്പം നമുക്ക് നീളത്തിൽ കട്ട് ചെയ്യുന്നതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം ജോലികൾ തീരും. റൗണ്ടിൽ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. പക്ഷേ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ രണ്ട് രീതിയിലും മാറി മാറി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്നും ഒരേ രീതിയിലുള്ള ആ ഒരു സ്നാക്ക് തന്നെ കഴിച്ചിട്ട് മടുപ്പ് തോന്നില്ല. ഇടയ്ക്കൊരു ചേഞ്ച് ആയിട്ടൊക്കെ മാറി കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ചരിച്ച് കട്ട് ചെയ്യാം, അങ്ങനെ പല രീതിയിൽ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് വഴറ്റി തുടങ്ങാം. ഇനി നമ്മളിപ്പോൾ നമ്മുടെ ചപ്പാത്തി പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോൾ ഒരുപാട് നെയ്യായി പോകണ്ട, അതുപോലെ തന്നെ വല്ലാതെ കുറഞ്ഞും പോകരുത്. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ടാണ് നെയ്യ് ചേർത്ത് പഴം വഴറ്റിയെടുക്കുന്നതെങ്കിൽ കുറച്ചധികം നെയ്യ് ചേർക്കാം. വലിയ ആളുകൾക്കാണെങ്കിൽ വളരെ കുറച്ച് മാത്രം ഒന്ന് പാനിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്ന് പാനിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് പഴം വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ഇത് നമ്മൾ ചെയ്യാനായിട്ട്. പാനിന് ചൂട് കുറവാണെങ്കിൽ കറക്റ്റായിട്ട് പഴം കുക്കായി കിട്ടില്ല. ഇനി പഴം ഒന്ന് കുക്കായി വരട്ടെ. കുക്കായി വന്നതിന് ശേഷം വേണം നമ്മളിതിലേക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ തേങ്ങ ചേർക്കുന്നുണ്ടെങ്കിൽ തേങ്ങയോ കാഷ്യൂനട്ടോ ആൽമണ്ട്സോ ഒക്കെ ചേർക്കാനായിട്ട്. നമുക്കിതുപോലെ ഏത് സാധനം വേണമെങ്കിലും ചേർക്കാം, ചെറി ചേർക്കാം, എന്ത് വേണമെങ്കിലും ചേർക്കാം. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ചേർക്കാം. പഴം ഒന്ന് അനക്കി കൊടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാനിൽ പിടിക്കരുത്. എൻ്റെ പാനിൻ്റെ കോട്ടിങ് ചെറുതായിട്ട് പോയതാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ അനക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പാനിൽ കോട്ടിംഗ് ഒന്നും പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അനക്കി ഒന്ന് കൊടുത്താൽ മതി. പാനിൽ പിടിക്കാത്ത രീതിയിൽ നെയ്യ് ഉണ്ടാവണം എന്നേ ഉള്ളൂ, ഒരുപാട് നെയ്യായി പോകണ്ട. പിന്നെ ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്, വലിയ ബർണറിലല്ല. വലിയ ബർണറിൽ വെക്കുമ്പോൾ പഴം ഇൻസൈഡ് കുക്കാവില്ല. എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ തിക്നെസ്സിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഒരുപാട് തിക്കായിട്ടല്ല, ഒരുപാട് തിന്നായിട്ടല്ല, ചെറിയ തിക്നെസ്സിൽ കട്ട് ചെയ്താൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോഴേ രണ്ട് സൈഡും മൊരിഞ്ഞ് വരുമ്പോൾ ടേസ്റ്റോടെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേഗം തന്നെ കുക്ക് ചെയ്തെടുക്കരുത്. ഒന്ന് കുറച്ച് സമയം എടുത്തിട്ട്, ഒരുപാട് സമയം വേണ്ട, ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ റെഡി ആവുന്ന സ്നാക്കാണ്. അപ്പോൾ ഒന്ന് കുക്കായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിവിടെ ഒരു യെല്ലോ ഷെയ്ഡ് വന്ന് തുടങ്ങുന്നുണ്ട് പഴത്തിൽ. അപ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, യെല്ലോ ഷെയ്ഡ് ആയി കഴിഞ്ഞു. ഇനി ഈ സൈഡും ഒന്ന് കുക്കായി വരണം. പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് മൊരിഞ്ഞ് വരണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് മൊരിച്ചെടുക്കാം. ഞാൻ ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്, ഒരുപാട് ബ്രൗൺ ആക്കുന്നില്ല, ലൈറ്റായിട്ടൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മൊരിച്ചെടുക്കാം കേട്ടോ, എത്ര വേണം എന്നുള്ളത്. നെയ്യ് കുറവാണെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഞാനിപ്പോൾ നെയ്യിനി ചേർക്കുന്നില്ല, ജസ്റ്റ് പാനിലൊന്ന് ഇളക്കി കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ പാനിലുള്ള നെയ്യൊക്കെ നമ്മുടെ പഴത്തിലേക്ക് പിടിച്ചോളും. ഇനി ഈ സൈഡിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് പഞ്ചസാര ചേർത്തതിന് ശേഷം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ, ആദ്യമേ തന്നെ തേങ്ങ ചേർക്കരുത്. കുറച്ച് പഞ്ചസാരയെ ഞാൻ ചേർക്കുന്നുള്ളൂ, അധികം പഞ്ചസാര ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ പഴത്തിന് മധുരമുണ്ട്,
നല്ല പഴുത്ത പഴമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിലും പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടും കേട്ടോ, നന്നായിട്ട് പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ. അതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പഴം അനുസരിച്ചിരിക്കും. പച്ചപ്പഴം എടുത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഈ സൈഡൊന്ന് മൊരിഞ്ഞു വരട്ടെ, അതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴം നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റായി തുടങ്ങുന്നുണ്ട്. നമുക്ക് അടുത്ത സൈഡിലേക്ക് ഒന്നുകൂടി ഒന്ന് തിരിച്ചിടാം. കണ്ടോ, പഴം നന്നായിട്ട് മൊരിഞ്ഞു വരുന്നുണ്ട്. ഇത് നമ്മൾ സൈഡ് പീസ് ആയതുകൊണ്ട് ഇതുപോലെ മൊരിഞ്ഞു കിട്ടുള്ളൂ. നടുഭാഗത്തുള്ള പീസാണെങ്കിലാണ് കറക്റ്റായിട്ട് മൊരിഞ്ഞു വരിക. ഇത് കണ്ടോ. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് അടുത്ത സൈഡിലും പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇടാതെയും കഴിക്കാം കേട്ടോ. പഞ്ചസാര ഇടണം എന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് പഞ്ചസാര താല്പര്യമില്ലെങ്കിൽ പഞ്ചസാര ഇടാതെ കഴിക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പഴം വാട്ടിയത്. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ഈ പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് റോൾ ചെയ്തിട്ടോ ഇതുപോലെ തന്നെയോ എങ്ങനെ വേണമെങ്കിലും പ്രസൻറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണ്. പഴം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്യിലുള്ള പഴം വാട്ടിയതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് നെയ്യില്ലാതെ എങ്ങനെ പഴം വാട്ടാം നോക്കാം. അപ്പോൾ നെയ്യ് താല്പര്യമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വേറെ പാൻ വെച്ച് ചൂടാക്കിയെടുക്കാം. ഈ പാൻ ഒന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ചെയ്ത രീതിയിലല്ല, കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെയ്യ് ചേർക്കാതെയാണല്ലോ പഴം വാട്ടിയെടുക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് വേണം പഴം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിന് കുറച്ച് മധുരം ഉണ്ടാവും. കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമാവുന്നത് മധുരമുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കായിട്ടാണെങ്കിൽ പഞ്ചസാര കൂടുതൽ ചേർത്തിട്ട് തന്നെ പഴം വാട്ടുക. വീട്ടിൽ വലിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പഞ്ചസാര കുറച്ചിട്ട് ചെയ്യുക. ഇപ്പോൾ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉള്ള വീടുകളാണെങ്കിൽ പഞ്ചസാര ഒഴിവാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഒരു പാനിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറച്ച് പഞ്ചസാര ഇതിലിട്ട് കൊടുക്കണം. അപ്പോഴേ കറക്റ്റായിട്ട് നമ്മുടെ പഴത്തിലൊക്കെ പിടിച്ചു വരുള്ളൂ. ഇതിലേക്ക് ഇനി നമുക്ക് പഴം വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേത് രീതിയാണ് ഏറ്റവും ഇഷ്ടമാകുന്നതെന്ന് പറയാം കേട്ടോ. രണ്ട് രീതിയിൽ ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ചില ആളുകൾക്ക് നെയ്യൊക്കെ ചേർത്തിട്ടുള്ളതായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. എനിക്കിഷ്ടപ്പെടുന്നത് ഈ രീതിയിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ രണ്ട് രീതിയിലും കാണിച്ചു തരുന്നത്. പഴം അധികം തിക്നെസ് ഇല്ലാതെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് തിക്കായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുക്കായി വരാൻ സമയം കൂടുതലെടുക്കും. പഞ്ചസാര ക്യാരമലൈസ് ആയി പോവും. അപ്പോൾ തിക്നെസ് കുറച്ച് കട്ട് ചെയ്യണം. പിന്നെ ഒരുപാട് തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ നമ്മുടെ പഴം എല്ലാം നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇതിനി ഒന്ന് കുക്കായി വരട്ടെ. നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം അടുത്ത സൈഡിലേക്കും തിരിച്ചിടാം. ഇപ്പോൾ തന്നെ തിരിച്ചിടരുത്. ഒരു 30-40 സെക്കൻഡ് നമ്മുടെ കയ്യിലുള്ള പഴത്തിൻ്റെ പഴുപ്പ് അനുസരിച്ച് കുറച്ച് സെക്കൻഡ്സ് നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പഴം എല്ലാം കുക്കായിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ പോവാണ്. നമ്മൾ ആദ്യമേ തിരിച്ചിട്ടില്ലേ, അതുപോലെ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് കളർ മാറിയിട്ടില്ല, ഒന്നുകൂടി ഒന്ന് കളർ മാറി വരാനുണ്ട്. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കേണ്ടി വരും. പഞ്ചസാര കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള കളറാവും കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മധുരം കൊണ്ട് നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ പഞ്ചസാര കൂടുതൽ ചേർക്കാം. ഇതെല്ലാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പഴം എല്ലാം തിരിച്ചിട്ടു. ഇനി നമുക്ക് വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മധുരമുള്ള രീതിയിലാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇത്രയും പഞ്ചസാര ചേർക്കണ്ട കേട്ടോ. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇത്രയും പഞ്ചസാര ചേർക്കുക. ഇനി നമുക്ക് വീണ്ടും വെയിറ്റ് ചെയ്യാം. ഇതൊന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇവിടെയൊക്കെ പഴത്തിന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പഴം വീണ്ടും ഒന്നുകൂടി കളർ മാറി വരട്ടെ. പഞ്ചസാരയൊക്കെ പഴത്തിലേക്ക് നന്നായിട്ട് പിടിച്ചു വരട്ടെ. പഴത്തിൻ്റെ 2 സൈഡിലും പഞ്ചസാര പിടിച്ചു വരുന്നത് വരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പഴം എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പഴം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ 2 രീതിയിലും പഴം പ്രിപ്പയർ ചെയ്ത് നോക്കൂ. അതിനുശേഷം ഇഷ്ടമായത് ഏതാണെന്ന് പറയുക. അപ്പോൾ നമുക്ക് ഇതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം 2 കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ 2 രീതിയിലുള്ള പഴം വാട്ടിയതും നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഈ 2 രീതിയിലും പഞ്ചസാര ചേർത്തിട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പഴം നുറുക്കാണ്. അപ്പോൾ പഴം നുറുക്കിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് ശർക്കര ചേർത്തിട്ടാണ് ചെയ്യുന്നത്. പഴം നുറുക്ക് ഒരിക്കലും പഞ്ചസാര ചേർത്ത് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതി താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പഴം നുറുക്കിൻ്റെ രീതി കണ്ടിട്ട് പഴം നുറുക്കുണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ലൈക്കും തരാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പികൾ, കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഇതുപോലുള്ള ഈസി സ്നാക്സ് ഒക്കെ ആവശ്യമാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് ഇനിയും ഉണ്ടാക്കാം എളുപ്പത്തിലുള്ള സ്നാക്സ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.